പണവും മികച്ച ജോലിയും ഉയർന്ന ജീവിത നിലവാരവും ഉണ്ടെങ്കിൽ എല്ലാം നേടിയെന്നാണ് സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യരൊക്കെ ചിന്തിക്കുന്നത്. പ്രവാസി മലയാളികളെ കാണുമ്പോൾ പലർക്കും അങ്ങനെ തോന്നാം. എന്നാൽ പുറമേ കാണുന്നത് പോലെ മനോഹരവും ശോഭനവുമാണോ പ്രവാസികളുടെ ജീവിതം? ഈ അടുത്തിടെ അമേരിക്കയിലെയും യൂറോപ്പിലെയും മലയാളികളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് UK-യിൽ മക്കളെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കോട്ടയം സ്വദേശിനിയായ ഒരു യുവതിയെക്കുറിച്ച് കേട്ടത്. ഇപ്പോൾ അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്ന് മറ്റൊരു ദുരന്ത വാർത്ത. കാലിഫോർണിയയിൽ സ്ഥിരതാമസമാക്കിയ കൊല്ലം സ്വദേശികളായ ദമ്പതികളുടെയും മക്കളുടെയും മരണവും ദുരൂഹത നിറഞ്ഞതാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത്? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. ആറു വർഷം മുൻപ് കൊല്ലത്ത് നിന്ന് അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് കുടിയേറിയതാണ് ആനന്ദും ഭാര്യ ആലീസും. ഗൂഗിളിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ജോലി, പിന്നീട് സ്റ്റാർട്ടപ്പ് കമ്പനി, സാമ്പത്തികമായി അതിവേഗത്തിലുള്ള വളർച്ച. അതിനിടെ മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് 4 വർഷം മുൻപ് ഇരട്ട കുട്ടികളും പിറന്നു. ഇങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞ ഇവരുടെ ജീവിതത്തിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? ആനന്ദും ഭാര്യയും മക്കളും വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിൻ്റെ ഞെട്ടലിലാണ് അമേരിക്കയിലെ മലയാളി സമൂഹം. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായിരിക്കും കൂട്ടമരണത്തിനുള്ള കാരണം? പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ 9:13 സാൽ മറ്റേയോ അലമേഡ ഡീലാസ് പൽഗാസിലെ വീട്ടിനുള്ളിൽ 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ വീട്ടിലെത്തിയപ്പോൾ ആരുടെയും പ്രതികരണമുണ്ടായില്ല. പരിശോധനയിൽ ബലം പ്രയോഗിച്ച് ആരെങ്കിലും വീടിനകത്ത് പ്രവേശിച്ചതിനും തെളിവ് കിട്ടിയില്ല. തുടർന്ന് വീടിനകത്ത് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിഷവാതകം ശ്വസിച്ചാണ് മരണമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകളെങ്കിലും ഇത് ശരിയല്ലെന്ന് പിന്നീട് വ്യക്തമായി. ആനന്ദും ഭാര്യ ആലീസും മരിച്ചത് വെടിയേറ്റാണ്. വീട്ടിലെ കുളിമുറിയിലാണ് ദമ്പതിമാരുടെ മൃതദേഹം കാണപ്പെട്ടത്. 2 പേരുടെയും ശരീരത്തിൽ വെടിയേറ്റ പാടുകളുണ്ടായിരുന്നെന്ന് പോലീസ് പറയുന്നു. കുളിമുറിയിൽ നിന്ന് ലോഡ് ചെയ്ത നിലയിലുള്ള പിസ്റ്റളും പോലീസ് കണ്ടെടുത്തു. കുട്ടികളുടെ മൃതദേഹം വീട്ടിലെ കിടപ്പുമുറിയിലായിരുന്നു. കുട്ടികളെ വിഷം നൽകിയോ ശ്വാസം മുട്ടിച്ചോ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സ്വയം നിറയൊഴിച്ച് മരിച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം സ്വദേശി ഡോക്ടർ ജി ഹെൻറിയുടെ മകനാണ് ആനന്ദ്. ആലീസ് കിളികൊല്ലൂർ സ്വദേശിയാണ്. ഗൂഗിളിൽ ജോലി ചെയ്യുകയായിരുന്ന ആനന്ദ് അടുത്തിടെ രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരുന്നു. 6 വർഷങ്ങൾക്ക് മുൻപാണ് കുടുംബം അമേരിക്കയിലേക്ക് പോയത്. ഇവർക്കൊപ്പം അമേരിക്കയിലായിരുന്ന ആലീസിന്റെ അമ്മ ജൂലിയറ്റ് തിങ്കളാഴ്ച പുലർച്ചെ നാട്ടിലെത്തിയ ശേഷം മകളെ ഫോണിൽ വിളിച്ചിരുന്നു. അതിനുശേഷം ഇരുവരെയും ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അവിടെയുള്ള സുഹൃത്തുക്കൾ വഴി ആനന്ദിന്റെ വീട്ടിൽ അന്വേഷിച്ചെങ്കിലും വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത്. വീട്ടിൽ നിന്ന് കുറിപ്പുകളോ മറ്റോ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രതികരണം. 2016-ൽ ഇവർ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നതായും പിന്നീട് ഇതുമായി മുന്നോട്ട് പോയില്ലെന്നും അമേരിക്കൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും വിവരമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആലപ്പുഴ ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടകളെല്ലാം കഴിഞ്ഞ രാത്രി കായംകുളത്ത് ഒത്തുകൂടി. കരിയിലക്കുളങ്ങരയിലെ ഗുണ്ടാ നേതാവ് നിതീഷിന്റെ പിറന്നാൾ ആഘോഷമാണ് വേദി. വടിവാളും തോക്കും മാരകായുധങ്ങളും ഒക്കെ ഇവരുടെ കൈവശമുണ്ട്. രഹസ്യമായി നടത്തിയ ആഘോഷമായിരുന്നെങ്കിലും പോലീസ് മണം പിടിച്ചെത്തി. 10 പേരെ കൈയോടെ പൊക്കുകയും ചെയ്തു. പക്ഷേ ഡേഞ്ചർ അരുൺ, തക്കാളി ആഷിഖ് ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ആലപ്പുഴ ഷാൻ വധക്കേസ് പ്രതി അതുൽ ഉൾപ്പെടെയുള്ളവർ ഒത്തുകൂടിയത് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്.
ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കായംകുളം ഡിവൈഎസ്പി അജയ്നാഥും സംഘവും കഴിഞ്ഞ ദിവസം രാത്രി പരിശോധന നടത്തിയത്. കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുപ്രസിദ്ധ ഗുണ്ടയായ നിതീഷിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് മദ്യപിക്കുകയായിരുന്ന 10 ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട് വളഞ്ഞ സാഹസികമായാണ് പോലീസ് സംഘം ഇവരെ കീഴ്പ്പെടുത്തിയത്. നിതീഷ് കുമാർ, വിജീഷ്, അനന്തു, അലൻ ബെന്നി, പ്രശാൽ, ഹബീസ്, വിഷ്ണു കെ ഷാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതി അതുലും സംഘത്തിലുണ്ടായിരുന്നു. ഇവരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ഷാൻ കേസിലെ പ്രതി അതുൽ ഉൾപ്പെടെയുള്ളവർ ഒത്തുകൂടിയത് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ഇവരോടൊപ്പമുണ്ടായിരുന്ന കുപ്രസിദ്ധ ഗുണ്ടയും കൊലപാതക കേസിലെ പ്രതിയുമായ മാട്ടക്കണ്ണൻ, കുപ്രസിദ്ധ ഗുണ്ടകളായ തക്കാളി ആഷിഖ്, വിഡോബ ഫൈസൽ, ഡേഞ്ചർ അരുൺ, ലഹരിമരുന്ന് വിൽപ്പന സംഘത്തിൽപ്പെട്ട ഗുണ്ടകളായ അമൽ ഫറൂഖ് സേഠ്, വിജയ് കാർത്തികേയൻ എന്നിവർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. ഗുണ്ടകൾ വന്ന വാഹനങ്ങളും മറ്റും പോലീസ് പിടിച്ചെടുത്തു. ഇവരുടെ ഒത്തുചേരലിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ആലപ്പുഴയിൽ മാത്രമല്ല, കൊച്ചിയിലും ഭീതി വിതയ്ക്കുന്നത് ഗുണ്ടാ സംഘങ്ങളാണ്. കൊച്ചി കലൂരിലെ ഇടശ്ശേരി ബാറിന് മുന്നിലുണ്ടായ വെടിവെപ്പ് കേസിന് പിന്നിൽ ഗുണ്ടാ സംഘമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. മുഖ്യപ്രതി വിനീത് കുപ്രസിദ്ധ ഗുണ്ട ഭായ് നസീറിന്റെ സംഘത്തിൽപ്പെട്ടയാളെന്നാണ് വിവരം. കേസിൽ 3 പേർ പിടിയിലായെങ്കിലും വിനീത് ഇപ്പോഴും ഒളിവിലാണ്. ഇയാളുടെ ഒളിത്താവളം കണ്ടെത്തിയതായാണ് സൂചന. വിനീതിനെ പിടികൂടിയാൽ മാത്രമേ വെടിവെപ്പിനുപയോഗിച്ച തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്നതും ഇതിന് ലൈസൻസ് ഉണ്ടോ എന്നും അറിയാൻ കഴിയും. ഇടശ്ശേരി ബാറിൽ വെടിവെപ്പ് നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യപ്രതി വിനീതിനെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന് തിരിച്ചടിയാണ്. കേസിലെ 2ഉം 3ഉം 4ഉം പ്രതികളായ ഇടപ്പള്ളി സ്വദേശി വിജയ്, തായ്ക്കാട്ടുകര സ്വദേശി ഷമീർ, കളമശ്ശേരി സ്വദേശി ദിൽഷൻ എന്നിവരെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും മുഖ്യപ്രതിയെക്കുറിച്ചും തോക്കിനെക്കുറിച്ചും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പ്രതികൾ കൊട്ടേഷൻ സംഘങ്ങളാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവർ കൊട്ടേഷന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയതാണോ എന്നാണ് സംശയം. കുപ്രസിദ്ധ ഗുണ്ട ഭായ് നസീറിന്റെ സംഘത്തിൽപ്പെട്ടയാളാണ് മുഖ്യപ്രതി വിനീത്. വിനീതിന്റെ പേരിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് കേസുണ്ട്. പോലീസുകാരെ ആക്രമിച്ചതിനും ഹോട്ടൽ തല്ലിത്തകർത്തതിനും മറ്റു കേസുകളുമുണ്ട്. മറ്റൊരു ഗുണ്ടാ സംഘവുമായി തെറ്റിപ്പിരിഞ്ഞ ശേഷം വിനീത് സ്ഥിരമായി തോക്ക് കൈവശം വെച്ചിരുന്നതായി പോലീസ് പറയുന്നു. അക്രമി സംഘത്തിലെ മറ്റുള്ളവരും നിരവധി കേസുകളിൽ പ്രതികളാണ്. വാഹനത്തിന്റെ ഉടമയായ പെരുമ്പാവൂർ സ്വദേശിക്ക് സംഭവത്തിൽ പങ്കില്ലെന്നാണ് പ്രാഥമിക വിവരം. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് പിന്നീട് വിട്ടയച്ചിരുന്നു. ഞായറാഴ്ച രാത്രി 11:30 ബാറിലുണ്ടായ വെടിവെപ്പിൽ ബാർ മാനേജർ കാഞ്ഞിരപ്പള്ളി സ്വദേശി ജിതിൻ ജോർജ്, ജീവനക്കാരും എറണാകുളം സ്വദേശികളുമായ സുജിൻ ജോൺ, അഖിൽ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഇവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. വടക്കൻ കേരളത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പലപ്പോഴും തട്ടിക്കൊണ്ടുപോകലിലും മർദ്ദനത്തിനുമാണ് കലാശിക്കുന്നത്. മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് വാഹനം വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട ഇടപാടിനെ തുടർന്നാണ്. വളാഞ്ചേരി സ്വദേശി സഫ്വാനെയാണ് 8 അംഗ സംഘം മർദ്ദിച്ചതായി പരാതിയുള്ളത്. ശരീരമാസകലം പരിക്കേറ്റ സഫ്വാൻ വളാഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെ ഒരു സംഘം ആളുകൾ പേരശ്ശന്നൂർ സ്വദേശി മങ്ങാട്ടിൽ സഫ്വാനെ
തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. എടരിക്കോടിലെ ഒരു വീട്ടിൽ വെച്ചാണ് സഫ്വാനെ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. മീൻപാറയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന സഫ്വാൻ സ്ഥിരം കസ്റ്റമറായ എടപ്പാൾ സ്വദേശി സാബിദിന് ഇടനിലക്കാരനായി നിന്ന് ആഡംബരക്കാർ വാടകയ്ക്ക് ഏർപ്പാട് ചെയ്തു കൊടുത്തിരുന്നു. വാഹന ഉടമയും സാബിദിനും തമ്മിൽ വാടക സംബന്ധിച്ചടക്കമുണ്ടായ പ്രശ്നത്തിന്റെ പേരിലാണ് സഫ്വാനെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. ഒരു വണ്ടി റെന്റിന് എടുത്ത് കൊടുത്താണ് ഞാൻ വേറൊരാൾക്ക്. അപ്പോൾ അവരെ കിട്ടാത്തതിന് കാരണം എന്നെ പിടിച്ചു. വാടക അഡ്വാൻസ് ആയിട്ട് 2 ദിവസം കൊടുത്തിരുന്നു മുന്നേ. പിന്നെ അവരായിട്ട് എന്താ ഉണ്ടായെന്ന് അറിയില്ല കറക്റ്റ്. ഞാനും എൻ്റെ ഗറോഫിലാണ് വണ്ടി എടുത്തത്. എൻ്റെ ഫ്രണ്ട് മുഖേന വണ്ടി എടുത്തത് ഞാൻ. സഫ്വാൻ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് സഫ്വാന്റെ തീരുമാനം. മീൻപാറ ഓഫീസിൽ വന്നിട്ട് ഇവനെ അവിടുന്ന് വണ്ടിയിൽ വന്ന് കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ റൂമിലിട്ട് മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ സഫ്വാൻ പറയുന്നത്. ഇതും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അല്ലെങ്കിൽ അവർ ഇനിയും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്കൊരു ഭയമുണ്ട്. അതുകൊണ്ട് കേസുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. വളാഞ്ചേരി പോലീസ് സഫ്വാന്റെ മൊഴിയെടുത്തു. എടരിക്കോട് നടന്ന സംഭവമായതിനാൽ കേസ് കോട്ടക്കൽ പോലീസിന് കൈമാറിയതായി വളാഞ്ചേരി പോലീസ് അറിയിച്ചു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ ഒന്നാണ് പാരമ്പര്യവൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ സംഭവം. കേസിൽ കൊലയാളിയെ കണ്ടെത്തി, കുറ്റപത്രവും സമർപ്പിച്ചു. ഇനി വിചാരണയിലേക്ക് കടക്കുകയാണ്. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിക്കുമ്പോൾ പ്രോസിക്യൂഷന് പല വെല്ലുവിളികളുമുണ്ട്. ഷാബാസ് ഷെരീഫിന്റെ മൃതദേഹാവശിഷ്ടം ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തത് തിരിച്ചടിയാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണയിലേക്ക് കടക്കുന്ന കേരളത്തിലെ അപൂർവം കൊലക്കേസുകളിൽ ഒന്നാണ് ഷാബാസ് ഷെരീഫ് കേസ്. അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്താൻ കഴിയുന്ന കേസുകളിലൊന്നാണ് ഷാബാസ് ഷെരീഫ് വധക്കേസ്. 2009 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം തുടങ്ങുന്നത്. മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫിനെ മൂലക്കുരു മരുന്നിന്റെ ഒറ്റമൂലി രഹസ്യമറിയാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്ന് 1 വർഷത്തിലധികം തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിക്കില്ല. എന്നാൽ ഷാബാസ് ഷെരീഫിന്റെ മുടി കണ്ടെത്തിയതിനാൽ ശാസ്ത്രീയ പരിശോധനകളും തെളിവും കേസിന്റെ വിധിയിൽ ഏറെ നിർണായകമാണ്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് കേസിൽ പ്രധാനമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EM കൃഷ്ണൻ നമ്പൂതിരി. ഇത് കണക്ട് ചെയ്യാൻ കഴിയും. സാഹചര്യ തെളിവുകൾ അതുപോലെ തന്നെ ശാസ്ത്രീയമായ തെളിവുകളും ഈ കേസിലെ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് സാധിക്കും എന്ന ആത്മവിശ്വാസമാണ്. കേസിലെ 7ാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്തെ നൌഷാദ് എന്ന മോനുവിനെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 മാപ്പുസാക്ഷിയാക്കിയിരുന്നു. മുക്കട്ടയിൽ തടവിലാക്കപ്പെട്ട ഷാബാസ് ഷെരീഫിന് കാവലിരുന്നത് നൌഷാദായിരുന്നു. കൊല നടത്തിയത് 1ാം പ്രതിയായതിനാൽ 7ാം പ്രതിക്ക് മേൽ കൊലക്കുറ്റം ചുമത്തിയിരുന്നില്ല. മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കുന്നതിനും പിന്നീട് പുഴയിൽ തള്ളുന്നതിനായി കൊണ്ടുപോയതിന് സഹായിച്ചുവെന്നുള്ള കുറ്റമാണ് നൌഷാദിന് മേൽ ചുമത്തിയിട്ടുള്ളത്. ആദ്യം നൌഷാദിനെ കോടതി വിസ്തരിക്കും. നൌഷാദ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാസ് ഷെരീഫ് വധം പുറം ലോകമറിഞ്ഞത്. നൌഷാദിന് അദ്ദേഹത്തിൻ്റെയും കൂടി അപേക്ഷ ബഹുമാനപ്പെട്ട കോടതി പരിഗണിച്ചുകൊണ്ട് മാപ്പ് സാക്ഷിയാക്കി. അപ്പം നാളെ ഇപ്പോൾ വിചാരണ നമ്മൾ തുടങ്ങുമ്പോൾ മാപ്പുസാക്ഷിയായിട്ടുള്ള നൌഷാദിന്റെ വിചാരണയാണ് നാളെ. അതിനു വേണ്ടിയിട്ടാണ് വെച്ചത്. വ്യവസായി ഷൈബിൻ അഷ്റഫും ഭാര്യയുമടക്കം 15 പ്രതികളുള്ള കേസിൽ 2 പേരെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഇവർക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താത്ത രാജൻ കേസിന് സമാനമാണ് ഈ കേസെന്ന് പ്രോസിക്യൂഷൻ തന്നെ വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്തെ നീതിന്യായ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന കേസുകളിലൊന്നാകും ഷാബാസ് ഷെരീഫ് വധമെന്ന് ഉറപ്പാണ്. ന്യൂസ് 18
മലപ്പുറം. നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് ഇതെന്തു പറ്റി? പൊതുവെ മനക്കരുത്തുള്ളവരെന്ന് കരുതുന്ന കാക്കിയിട്ടവരുടെയും മനോധൈര്യം ചോരുകയാണ്. ജോലി സമ്മർദ്ദവും വ്യക്തിപരമായ പ്രശ്നങ്ങളും കാരണം ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. തിരുവനന്തപുരം പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ഒടുവിൽ ജീവനൊടുക്കിയത്. ചടയമംഗലം സ്വദേശി ബിനുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. $35 ലക്ഷം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് പോലീസുകാരൻ ആത്മഹത്യ ചെയ്ത് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മറ്റൊരു പോലീസുകാരൻ കൂടി ജീവനൊടുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു ആണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. അദ്ദേഹത്തെ ഇന്ന് രാവിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. ബന്ധുക്കൾ പറയുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. പുനർവിവാഹിതനാണ് അദ്ദേഹം. ആദ്യ വിവാഹത്തിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് രണ്ടുപേരുടെയും പേരിൽ ഭൂമി വാങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായി എന്ന വിവരങ്ങൾ ഉണ്ട്. ഈ ആത്മഹത്യ നടക്കുന്ന സമയത്ത് അച്ഛൻ രാജേന്ദ്രൻ ആചാരി, അമ്മ രാജമ്മ, ഭാര്യ അഞ്ജലി എന്നിവർ വീട്ടിലുണ്ടായിരുന്നു. പഴയ വീട് തന്നെ ഇതിനടുത്തുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന വീടിനടുത്ത് തന്നെയാണ് പഴയ വീട്. ആ വീടിനുള്ളിലെ ഫാനിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി മാനസിക സംഘർഷം അനുഭവപ്പെടുകയായിരുന്നു. അത്തരം കാര്യങ്ങൾ വീട്ടുകാർ പറയുന്നുമുണ്ട്, അടുപ്പമുള്ളവരും പറയുന്നുണ്ട്. രണ്ടാമത് വിവാഹം ചെയ്തത് ഒപ്പം ജോലി ചെയ്യുന്ന പോലീസുകാരൻ്റെ ബന്ധുവായ പെൺകുട്ടിയാണ്. ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപികയാണ്. 2 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ ഗർഭിണിയാണ്. ഇതിനിടയിലാണ് ഈ കടുത്ത സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയിരുന്നതായി ചില വിവരങ്ങളുണ്ട്. ഏതായിരുന്നാലും പോലീസിൽ യോഗയും മറ്റ് ആരോഗ്യ സംരക്ഷണത്തിനായുള്ള കാര്യങ്ങളും മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടിയും വേണമെന്ന് DGPയുടെ സർക്കുലർ ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രയാസം പലരെയും ഉലയ്ക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ. വളരെ ചെറിയ തുക മാത്രമാണ് ശമ്പളമായി വാങ്ങാൻ കഴിഞ്ഞിരുന്നത്. ഈ തർക്കങ്ങൾ, കുടുംബപരമായ തർക്കങ്ങൾ കൂടി ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതായി കരുതുന്നു. കേരള പോലീസിന് നാണക്കേടുണ്ടാക്കിയതാണ് പോലീസുകാർ മദ്യപിച്ച് തോക്കും തിരകളും നഷ്ടമാക്കിയ സംഭവം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയി തിരികെ വരുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് പരസ്പരം ബഹളം വയ്ക്കുകയും പിന്നീട് ഒരു ഉദ്യോഗസ്ഥന്റെ തോക്കും തിരകളും അടങ്ങിയ ബാഗ് കാണാതാവുകയും ചെയ്തിരുന്നു. സംഭവം നടന്ന് മാസങ്ങൾ പിന്നിട്ടെങ്കിലും തോക്കും തിരകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ഇന്ത്യ റിസർവ് ബറ്റാലിയനിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് അന്വേഷണം. മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ കേരള പോലീസ് സംഘത്തിന്റെ പക്കൽ നിന്നും തോക്കും തിരകളും നഷ്ടമായ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടെന്നാണ് പ്രാഥമികാന്വേഷണ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തിരുന്ന ട്രെയിനിൽ തോക്കുകൾക്കും തിരകൾക്കും ആവശ്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കിയില്ല. യാത്രയ്ക്കിടെ സംഘം മദ്യപിച്ചു. ഏതൊക്കെ ഓഫീസർമാരാണ് ആയുധവും തിരകളും സ്വയം കയ്യിൽ വെച്ചിരുന്നതെന്ന് മേലുദ്യോഗസ്ഥർ പരിശോധിച്ചതുമില്ല. കീഴുദ്യോഗസ്ഥർ മദ്യപിക്കുന്നത് മേലുദ്യോഗസ്ഥർ തടഞ്ഞില്ല. ഡ്യൂട്ടി കഴിഞ്ഞിട്ടും ആയുധങ്ങളും തിരകളും തിരികെ വാങ്ങി സൂക്ഷിക്കാൻ നടപടി സ്വീകരിച്ചില്ല. തുടങ്ങിയ കാര്യങ്ങളാണ് പ്രാഥമികാന്വേഷണത്തിൽ കണ്ടെത്തിയത്. മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാനിലേക്കുള്ള യാത്രയ്ക്കിടെ മദ്യലഹരിയിൽ തമ്മിൽ ബഹളമാവുകയും പിന്നീട് ഒരു ഉദ്യോഗസ്ഥന്റെ തോക്കും തിരകളുമടങ്ങിയ ബാഗ് കാണാതാവുകയുമായിരുന്നു. തർക്കത്തെ തുടർന്ന് ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞതെന്നാണ് കരുതുന്നത്. 200 കിലോമീറ്ററിലധികം ട്രെയിൻ സഞ്ചരിച്ച ശേഷമാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരമറിഞ്ഞത്. പിന്നീട് ഒരു സംഘം ഉദ്യോഗസ്ഥർ തിരഞ്ഞുപോയെങ്കിലും കണ്ടെത്താനായില്ല. KAP 3-ാം ബറ്റാലിയൻ കമാൻഡന്റ് CP അജിത് കുമാർ, ഡെപ്യൂട്ടി കമാൻഡന്റ് S ഷിബു തുടങ്ങി 10 പേർക്കെതിരെയാണ് വകുപ്പുതല അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടത്.
കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസ്, പണിഷ്മെന്റ് ആൻഡ് അപ്പീൽ നിയമപ്രകാരം അന്വേഷണം നടത്തണമെന്നാണ് ഉത്തരവ്. ന്യൂസ് 18 തിരുവനന്തപുരം. ലൈസൻസ് ഇല്ലാത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വീട്ടിൽ നിന്നും വാഹനം കൊടുത്തുവിടുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കുട്ടികൾ റോഡിൽ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കും. അത് ചിലപ്പോൾ വഴിയാത്രക്കാരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം. കാസർഗോഡ് 9ാം ക്ലാസ് വിദ്യാർത്ഥി ഓടിച്ച ബൈക്കിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. കുമ്പള ടൗണിൽ വെച്ചുണ്ടായ അപകടത്തിൽ അങ്കടിമുഖർ സ്വദേശി അബ്ദുള്ള കുഞ്ഞിയാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ച വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ വിദ്യാർത്ഥിയുടെ അമിത വേഗതയിലുള്ള ഡ്രൈവിംഗ് ആണോ അപകടത്തിന് കാരണമായത്? ടോം 9ാം ക്ലാസ് വിദ്യാർത്ഥി ഓടിച്ച ബൈക്കിടിച്ചാണ് വഴിയാത്രക്കാരനായ അങ്കടിമുഖർ പെർലാടത്തെ അബ്ദുള്ള കുഞ്ഞി മരിച്ചത്. ബദിയെടുക്ക സുൽത്താൻ സൗണ്ട്സ് എന്ന സ്ഥാപനത്തിലെ മൈക്ക് ഓപ്പറേറ്ററാണ് ഇദ്ദേഹം. കുമ്പളയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന അബ്ദുള്ളയെ വിദ്യാർത്ഥി ഓടിച്ച വാഹനം ഇടിക്കുകയായിരുന്നു. ബൈക്ക് അമിത വേഗതയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ അബ്ദുള്ളയെ കുമ്പള സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്കടിമുഖറിലെ പൗരപ്രമുഖനായിരുന്ന പരേതനായ ഹമീദ് ആജിയുടെ മകനാണ് മരണപ്പെട്ട അബ്ദുള്ള കുഞ്ഞി. ഈ 2 വിദ്യാർത്ഥികളാണ് അപകടം വരുത്തിയ ബൈക്കിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ബൈക്ക് ഓടിച്ച വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആലുവ കുട്ടമശ്ശേരിയിൽ ഓട്ടോയിൽ നിന്ന് റോഡിൽ തെറിച്ചു വീണ കുട്ടിയെ കാറിടിച്ചിട്ട് പോകുന്ന കാഴ്ച ഹൃദയഭേദകമാണ്. വാഴക്കുളം സ്വദേശി പ്രീൽജിത്തിന്റെ മകൻ 7 വയസ്സുകാരനായ നിഷികാന്ത് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാർ കണ്ടെത്താൻ കഴിഞ്ഞു. വാഹനം ഓടിച്ച നെടുമ്പാശ്ശേരി സ്വദേശി ഷാനിനെയും ഉടമ രഞ്ജിനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാർ കുട്ടിയിടിച്ച വിവരം അറിഞ്ഞിരുന്നതാണ് ഇരുവരുടെയും മൊഴി. കഴിഞ്ഞ ദിവസം രാവിലെ 9-ന് കുട്ടമശ്ശേരിയിൽ വെച്ചാണ് ഓട്ടോറിക്ഷയിൽ നിന്ന് റോഡിലേക്ക് വീണ കുട്ടിയുടെ ദേഹത്ത് കാർ കയറിയിറങ്ങിയത്. ആലുവയിൽ നിന്ന് മാറമ്പള്ളിയിലേക്ക് പിതാവിനൊപ്പം ഓട്ടോയിൽ പോവുകയായിരുന്നു. ഇതിനിടെ കുട്ടി ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണു. അപകടത്തിന് പിന്നാലെ കുട്ടി എഴുന്നേറ്റിരുന്നു. എന്നാൽ പിന്നാലെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിച്ച കാർ നിർത്താതെ പോയി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാറും വാഹനം ഓടിച്ചിരുന്ന ആളെയും കണ്ടെത്താൻ കഴിഞ്ഞത്. ഇടപ്പള്ളി സ്വദേശിയുടെ കാറാണ് ഇടിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. താനല്ല, ബന്ധുവായ യുവാവാണ് കാർ ഓടിച്ചതെന്ന് ഉടമ പറഞ്ഞതോടെയാണ് നെടുമ്പാശ്ശേരി സ്വദേശി ഷാനിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുട്ടി കാറിനടിയിൽപ്പെട്ടത് താൻ അറിഞ്ഞില്ലെന്നാണ് ചോദ്യം ചെയ്യലിൽ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത്. അപകടത്തിൽ പരിക്കേറ്റ വാഴക്കുളം മറമ്പിള്ളി സ്വദേശി പ്രീൽജിത്തിന്റെ മകൻ നിഷികാന്ത് രാജഗിരി ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. അപകടത്തെക്കുറിച്ച് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ബന്ധുക്കളെ വിളിച്ചു. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടും അടുത്ത ദിവസം രാവിലെ സ്റ്റേഷനിലെത്തി പരാതി നൽകാനാണ് പോലീസ് പറഞ്ഞതെന്ന് കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. കുപ്രസിദ്ധ ബൈക്ക് മോഷ്ടാവാണ് തിരുവനന്തപുരം വിളപ്പിൽ സ്വദേശി രതീഷ് എന്ന കൊമ്പൻ രതീഷ്. തമിഴ്നാട്ടിലും കേരളത്തിലും ഉൾപ്പെടെ നിരവധി മോഷ്ട കേസുകളിലെ പ്രതി. കഴിഞ്ഞ ദിവസം മലപ്പുറം മങ്കട സ്വദേശിയുടെ സ്കൂട്ടർ മോഷ്ടിച്ച് മുങ്ങുന്നതിനിടെ ഇയാൾ അപകടത്തിൽപ്പെട്ടു. രക്ഷിക്കാനെത്തിയ യുവാക്കൾക്ക് തോന്നിയ സംശയമാണ് രതീഷ് വീണ്ടും പോലീസിന്റെ വലയിലാകാൻ കാരണം.
അപകടത്തിൽ തലയ്ക്കും കാലിനും പരിക്കേറ്റ രതീഷിനെ ആശുപത്രിയിൽ ചികിത്സ നൽകിയതിനു ശേഷം കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്തു. മലപ്പുറം വള്ളിക്കാപ്പറ്റ സ്വദേശി മൊയ്തീൻകുട്ടിയുടെ സ്കൂട്ടറാണ് പ്രതി മോഷ്ടിച്ചത്. വെള്ളിലയിൽ വെച്ച് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ മങ്കട ട്രോമ കെയർ പ്രവർത്തകരായ നസീം എന്നിവർ പ്രതിയുടെ സംസാരത്തിലെ അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടിച്ച സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വ്യക്തമായത്. പ്രതി കൊമ്പൻ രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റേഷനിൽ വന്ന വണ്ടി നമ്പർ, ആക്സിഡൻ്റ് ആയ വണ്ടിയുടെ നമ്പർ സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഈ വണ്ടി ആരുടേതാണെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വണ്ടി നോക്കി അതിൽ വിളിച്ചപ്പോൾ ആ വണ്ടി രാവിലെ കാണാതായ വണ്ടിയാണ്. അപ്പോൾ പോലീസ് അവരോട് വരാൻ പറഞ്ഞു, ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് ആ വണ്ടി എന്ന് വരാൻ പറഞ്ഞ്. അങ്ങനെ പിന്നെ പോലീസ് ഹോസ്പിറ്റലിൽ വന്ന് അവനെ പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവനെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ രതീഷിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നൽകിയതിനു ശേഷം കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്തു. കടയ്ക്കൽ, കൂടൽ, പൂജപ്പുര, വളാഞ്ചേരി, തമിഴ്നാട്ടിലെ പൂതപ്പാണ്ടി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണ് രതീഷ് എന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 തിരൂർ. പാലക്കാട് പട്ടാമ്പിയിലെ ഒരു പോക്സോ കേസിന്റെ വിധിയാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. 9 വയസ്സുള്ള പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 18 വർഷം കഠിന തടവ്. മനിശ്ശേരി സ്വദേശി 68-കാരൻ കൃഷ്ണൻകുട്ടി 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് പട്ടാമ്പി അതിവേഗ കോടതി വിധിച്ചു. സംഭവം നടന്ന് 1 വർഷത്തിന് ശേഷമാണ് കേസിൽ ശിക്ഷാവിധി വരുന്നത്. ഒറ്റപ്പാലത്താണ് കേസിനാസ്പദമായ സംഭവം. 9 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. പ്രതി മനിശ്ശേരി തൃക്കങ്ങോട് സ്വദേശി കൃഷ്ണൻകുട്ടിക്കാണ് വിവിധ വകുപ്പുകളിലായി 18 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി. പിഴ സംഖ്യ ഇരയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. സബ് ഇൻസ്പെക്ടർ KJ പ്രവീൺ ആണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരിയാണ് പ്രോസിക്യൂഷനെ സഹായിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും ലക്ഷ്യമിട്ട് ഇൻസ്റ്റഗ്രാമിൽ വല വിരിക്കുന്ന ചില വിരുദ്ധന്മാരുണ്ട്. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ മലപ്പുറം തിരൂർ സ്വദേശി നിഷാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ സ്വദേശിനിയും ഒരു കുട്ടിയുടെ അമ്മയുമായ യുവതിയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിലാണ് പോലീസിന്റെ നടപടി. ഇതിനു മുൻപും മറ്റൊരു പോക്സോ കേസിൽ ഇയാളെ പിടികൂടിയിരുന്നു. ഇതുപോലുള്ള ബിരുദന്മാരുടെ കെണിയിൽ വീഴാതിരിക്കാൻ പെൺകുട്ടികളും യുവതികളും സ്വയം ജാഗ്രത പുലർത്തുക. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്ഥാനാർത്ഥി